ഹായ്, SV അരുണേലാണ്. ഇന്നലെ മാങ്ങാണ്ടിയെ വിളിപ്പിക്കാൻ 24 ചാനലിലെ ശ്രീ കണ്ഠൻ നായരും ഹാഷ്മി താജ് ഇബ്രാഹിമും നടത്തിയത് കോടികളുടെ PR പണിയാണ് എന്ന് ഏകദേശം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ ആ നടന്ന PR പണിയെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ മാധ്യമങ്ങൾ എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളുടെ ഉദ്ദേശവും അവർ പറയുന്നതാണ് ശരിയെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പീഡന വീരനാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ നാട്ടിലൊരു സാമൂഹ്യ വിരുദ്ധനാണോ, കയ്യിൽ കാശുണ്ടോ, ശ്രീകണ്ഠൻ നായരുടെ നമ്പർ എടുക്കുക, വിളിക്കുക, അല്ലെങ്കിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ മുന്നിൽ വന്ന് വാലും ചുരുട്ടിയിരിക്കുന്ന ഒരു വളർത്തുനായയുടെ രീതിയിൽ അനുസരണയോടുകൂടി ഇരിക്കുന്ന വ്യക്തിയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നിങ്ങളുടെ മുന്നിൽ ഒരു ബ്രാൻഡ്, അതായത് മാധ്യമ പ്രവർത്തകർ എന്തോ ഒരു ഈ സമൂഹത്തിലെ എന്തോ ഒരു വലിയ സംഭവമാണെന്ന രീതിയിൽ നടക്കുന്നവർ കാശ് കൊടുത്താൽ വാലാട്ടി നിൽക്കുന്നവരാണ് എന്ന് തെളിയിക്കപ്പെടുന്നതാണ്. കാര്യം ഇരയോടൊപ്പം ഉണ്ടെന്നും അല്ലെങ്കിൽ ഇരയ്ക്കൊപ്പമാണ് എന്ന് വാ തുറന്ന് ഉറക്കെ പൂർണ്ണചന്ദ്രനെ കണ്ട് കുരവയിടുന്ന പോലെ തന്നെ മാങ്ങാണ്ടി എന്ന വേട്ടക്കാരനെ കണ്ടാൽ അവരെ മുന്നിൽ വാലും ചുരുട്ടിയിരിക്കാൻ ശേഷിയുള്ളവരാണെന്ന് തെളിയിക്കുകയാണ്. എന്തായാലും റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയൊരു കമൻറ്റിന് കൊടുത്തൊരു മറുപടി കൂടി നിങ്ങൾ കാണേണ്ടതുണ്ട്. കാര്യം ഇത്തരം PR വർക്കുകൾ ചെയ്യരുതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അരുൺകുമാർ കൊടുക്കുന്ന മറുപടി തന്നെ കൃത്യമായിട്ട് കോടിക്കണക്കിന് രൂപ ഇലക്ഷൻ ഫണ്ടായിട്ട് മാങ്ങാണ്ടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ് ഈ PR പണി ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കും. ഒന്ന് ആലോചിക്കുക, ഒരെറ്റും ചെരുപ്പും ഇല്ലാത്തവൻ, അവൻ ഒരു പാവപ്പെട്ട അമ്മയുടെ മകനായിട്ട് ജനിച്ചവൻ കേവലം 1.5 വർഷം കൊണ്ട് ഇത്രയും കോടികൾ മറിക്കാൻ ശേഷിയുള്ള വ്യക്തിയായെങ്കിൽ ഇയാളുടെ പിന്നിൽ ഫണ്ടിങ് നടത്തുന്ന ആരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാര്യം ഒരു തരത്തിലും കുടുംബപരമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. LIC ഏജൻ്റായിട്ടുള്ള ഒരു അമ്മയുടെ മകന് എങ്ങനെയാണ് ഇത്രയും കോടികൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നോടിയായിട്ട് വന്നു ചേർന്നത്? കേരളത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച മുഴുവൻ ഇരകളെയും റദ്ദാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നു എന്ന തരത്തിൽ മെഴുകിക്കൊണ്ട് സെൻറ്റിമെൻറ്റ്സിലൂടെ ഒരു 916 ഫ്രോഡ്. ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ നമ്മൾ ലൈവായിട്ട് പിടിച്ചിരുത്തിയിട്ട് നീ സൗമ്യയെ പീഡിപ്പിച്ചാടാ എന്ന് ചോദിച്ചാൽ അയ്യോ ഇല്ലേ, ഞാൻ പീഡിപ്പിച്ചില്ലേ, സൗമ്യ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തതാണെന്ന് അയാൾ പറയും. ഞാനൊന്ന് പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയും. അതേപോലത്തെ ഒരു വായ്ത്താരിയാണ് ആരിൽ നിന്ന് കേട്ടത്? മാങ്ങാണ്ടിയിൽ നിന്ന് കേട്ടത്. എന്തായാലും ഇത് PR വർക്കാണ് എന്നതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് അരുൺകുമാർ പറഞ്ഞ ആ പ്രതികരണം കൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിമുഖം കൊടുക്കരുത് എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. ഒരു കാരണവശാലും കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട്. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ഏത് അഭിമുഖവും കൊടുക്കൂ. ആ ചാനൽ നമ്മളല്ല കേട്ടു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്റർവ്യൂ എടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് എഡിറ്റോറിയൽ ഡിസിഷനാണ്. നിങ്ങൾക്ക് പക്ഷേ ഇരകൾക്കൊപ്പം ഉണ്ട് എന്ന് പറയുകയും വേട്ടക്കാരനെ പ്രകീർത്തിക്കുകയും ഇരകളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പരിപാടി ശരിയല്ല എന്നുള്ളതാണ് വ്യക്തിപരമായ എന്റെ നിലപാട്. അത് തന്നെയാണ് നമ്മുടെ എഡിറ്റോറിയൽ പോളിസി. നിങ്ങൾ ഇരകൾക്കൊപ്പമാണെങ്കിൽ ഇരകൾക്കൊപ്പം തന്നെ നിൽക്കുക. പക്ഷേ വേട്ടക്കാരന് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് വേണ്ടത് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. ഇരകളെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ട് ട്രോമാറ്റൈസ് ചെയ്യുന്ന രീതിയിൽ വേട്ടക്കാരനെ സജീവമാക്കുന്നത് പോലും ഒരർത്ഥത്തിൽ ആ അതിജീവിതമാരോട് ചെയ്യുന്ന ദ്രോഹമാണ്. നമ്മുടെ നാട്ടിലെ ഒരു പൊതുവായിട്ടുള്ള സാമൂഹ്യബോധം തിരിച്ചാണല്ലോ, അതിജീവിതമാർക്കൊപ്പമല്ലല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു നിലപാട് തറയിൽ നിൽക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ പ്രേക്ഷകർക്കറിയാമല്ലോ എന്താണ് റിപ്പോർട്ടർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട്. അത് നടിയെ ആക്രമിച്ച കേസിലാണെങ്കിലും ശരി, അതിജീവിതമാർക്കൊപ്പം നിലപാടെടുക്കുക എന്നുള്ളതിൽ നമ്മൾ രണ്ടാമതൊരു സംശയം വരേണ്ടതില്ല. പക്ഷേ ഒരേ സമയം ഇരകൾക്കൊപ്പം ഓടി എന്ന് പറയുകയും പിന്നീട് വേട്ടക്കാരന് വേണ്ടിയിട്ട് പണിയെടുക്കുകയും ചെയ്യുന്ന പരിപാടി ശരിയല്ല എന്നുള്ളതാണ് നമ്മളുടെ നിലപാട്. ഇത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം അത് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ തുറന്ന് സമ്മതിക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നു. പാലക്കാട് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നടക്കുന്നതിനിടയിലാണ് ഈ PR വർക്കുകൾ സജീവമായി നടക്കുന്നത്. കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ? കുറച്ച് പേരെങ്കിലും ആ 24 ചാനൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്താൽ അല്ലെങ്കിൽ അൺഫോളോ ചെയ്താൽ ഈ ചൊറിച്ചിൽ തീരാവുന്നേ ഉള്ളൂ. കാര്യം ഈ ജനക്കൂട്ടം കാണുന്നതുകൊണ്ടാണല്ലോ ഈ കച്ചവടം. നമ്മൾ ഒരു വിലയില്ലാത്തവരാണ്, എന്ത് കൊടുത്താലും നമ്മളെ ഫീഡ് ചെയ്യിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസമൊക്കെ തീർക്കേണ്ട ഒരു ഇടമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എത്തിക്സും ഇല്ലാതെ പൈസ കിട്ടിയാൽ ഏത് നാറിയും പിടിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ ഫ്ലോറിലിരുത്തി അഭിമുഖം എന്ന പേരിൽ നടത്തുന്ന ഇമാതിരിയുള്ള കുഴലൂത്ത് പണികളെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ആൾക്കൂട്ടം ഈ ഫാൻസുകാരൊഴികെയുള്ള ഈ സമൂഹത്തിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാൽ അവർക്കൊപ്പം നിൽക്കേണ്ടതാണ്. ഏത് പീഡന വീരനായിരുന്നാലും അവരോടൊപ്പം ഒന്നും നമ്മൾ ഉണ്ടാകില്ല എന്ന രീതിയിൽ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ 24 ന്യൂസ് ചാനലിൻ്റെ കുറേ ഫോളോവേഴ്സ് അങ്ങ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൊറിച്ചിൽ തനിയെ അങ്ങ് മാറിക്കോളും. അല്ലെങ്കിൽ പണത്തിന് വേണ്ടി നടത്തുന്ന ഈ നെറുകെട്ട പരിപാടിക്കൊക്കെ ഒരു അവസാനം വരും. അതുകൊണ്ട് കേരളത്തിലുള്ള പറയാനുള്ളത്, ചിലരെങ്കിലും സത്യാവസ്ഥ പറഞ്ഞു ഒരാൾ പറയുന്നത് കേൾക്കണ്ടെന്നല്ല,
അതിന് 1 മണിക്കൂറിലേറെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 1 മണിക്കൂറിൻ്റെ ഡീൽ എന്താണെന്ന് പറഞ്ഞാൽ ഇരകളെ എല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഞാനാണ് മാന്യൻ, ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ഞാനൊരു നിഷ്കളങ്കനാണ്, അല്ലെങ്കിൽ എനിക്ക് അമ്മയുണ്ട്, അമ്മുമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, അമ്മയുടെ സങ്കടം കണ്ട് വളർന്നതാണ്, ബാക്കിയുള്ള സ്ത്രീകൾക്കൊന്നും സങ്കടമില്ല, ഇവൻ്റെ അമ്മയ്ക്ക് മാത്രമേ സങ്കടമുള്ളൂ എന്ന രീതിയിൽ അവനെ സഹതാപ തരംഗത്തിലൂടെ ഇറക്കി വീണ്ടും മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് അവന് സ്പേസ് ഉണ്ടാക്കി കൊടുത്ത പ്രവർത്തനങ്ങൾക്ക് എത്ര കുറഞ്ഞാൽ ഒരു 10 കോടി രൂപ ഇന്നലെ കണ്ടൻ നായർ വാങ്ങി പോക്കറ്റ് ഇട്ടിട്ടുണ്ടാവും. ആ 10 കോടി രൂപയ്ക്ക് നടത്തിയ ഈ ഡീലിന് കേരളം മറുപടി കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് PR വർക്കാണെന്ന് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് മറ്റൊരു ചാനലാണ് എന്നുള്ളതാണ് അരുൺകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നത്.